ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ SBIക്കെതിരെ വീണ്ടും വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തുമ്പോൾ ഓരോ സാധാരണക്കാരനും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഇലക്ട്രൽ ബോണ്ട് നമ്പറുകൾ അടക്കം മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന് പല തവണയായി കോടതി ആവശ്യപ്പെടുമ്പോൾ SBI ആർക്കു വേണ്ടിയാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയരുകയാണ്. വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ അനധികൃതമായി പണം സ്വീകരിച്ച് നടത്തുന്ന അഴിമതിക്ക് നിയമപരിവേഷം നൽകുന്നതാണ് ഇലക്ട്രൽ ബോണ്ട്. ഇത് സംബന്ധിച്ച് SBIയുടെ കൈവശമുള്ള എല്ലാ വിവരങ്ങളുമാണ് ആവശ്യപ്പെടുന്നത്. ചെറിയ വിവരം പോലും ഇതിൽ ഉൾപ്പെടും. ബോണ്ട് നമ്പറുകൾ വെളിപ്പെടുത്തുന്നതിനൊപ്പം ഒരു വിവരവും ഒളിച്ചു വെക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സത്യവാങ്മൂലവും SBI സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഉത്തരമുട്ടുന്നത് പ്രത്യക്ഷത്തിൽ SBIക്കാണെങ്കിലും പരോക്ഷത്തിൽ ആ ചോദ്യമുനകൾ തറയ്ക്കുന്നത് BJPയുടെ നെഞ്ചിലാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ SBI അഭിഭാഷകൻ ഹാജരാകുന്നതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ബോണ്ടുകൾ ലഭിച്ചതെന്ന് തിരിച്ചറിയാനുള്ള ആൽഫ ന്യൂമറിക് നമ്പറുകൾ വെളിപ്പെടുത്താമെന്ന് SBI കോടതിയിൽ മറുപടി നൽകിയപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമുനയിൽ കുരുങ്ങുകയാണ് മോദിയും അമിത്ഷായും. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ പണം വാരിക്കൂട്ടിയത് BJP ആണെന്ന് അടിവരയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട 2018 മാർച്ച് മുതൽ 2023 സെപ്റ്റംബർ 30 വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുമ്പോഴാണ് SBI ഈ ഒളിച്ചുകളി നടത്തുന്നത്. 6986.5 കോടി രൂപയാണ് ഇക്കാലത്ത് BJP സമാഹരിച്ചത്. 2023 ഒക്ടോബർ 1 മുതൽ 2024 ജനുവരി 24 വരെയുള്ള കണക്കുകൾ കൂടി ചേർന്നാൽ BJP സംഭരിച്ച തുക ഇനിയും കൂടും. ഇലക്ട്രൽ ബോണ്ടുകൾക്ക് തുടക്കമായ 2018 മാർച്ചിൽ തന്നെ 210 കോടി രൂപ BJPക്ക് ലഭിച്ചു. 2018-19 വർഷം 1450 കോടി വാരിക്കൂട്ടി. കോൺഗ്രസിന് യഥാക്രമം 5 കോടിയും 383 കോടിയും ഇക്കാലയളവിൽ ലഭിച്ചു. 2019-2020 സാമ്പത്തിക വർഷം BJPക്ക് 2555 കോടി ലഭിച്ചു. 2018 മാർച്ച് മുതൽ 2023 സെപ്റ്റംബർ വരെ വിറ്റ 16,518 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടിൽ 50%-ലേറെയും BJPക്കാണ് ലഭിച്ചതെന്നാണ് കണക്ക്. തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും അധികം പണം ലഭിച്ച രണ്ടാമത്തെ പാർട്ടി, 1397 കോടി. 1334.35 കോടി വാങ്ങി കോൺഗ്രസ് ആണ് മൂന്നാമത്. അതിനിടെ ഇലക്ട്രൽ ബോണ്ടിലെ വിധിയുടെ പേരിൽ വേട്ടയാടൽ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഹർജിക്കാർ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചത്. എന്നാൽ കോടതി ഉത്തരവും നിയമവും നടപ്പാക്കുന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഇതോടെ ബോണ്ട് വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അവസാന നീക്കത്തിനും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും ഉണ്ടായത്.